ഹായ് ഫ്രണ്ട്സ്, ഏത് ജന്മകൽപ്പനയുടെ ഒരു പുതുപുത്തൻ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ശ്രുതി ബാഗിലൊക്കെ തപ്പി നോക്കി ഒരു 200-300 രൂപ കിട്ടുന്നുണ്ട് കേട്ടോ. അത് വെച്ചിട്ട് വാഷിംഗ് സോപ്പ് വാങ്ങാനുള്ള പരിപാടിയാണ്. എൻ്റെ കുട്ടി കൃഷ്ണ, എൻ്റെ കയ്യിലുള്ളത് എല്ലാം വെച്ചിട്ടുള്ള കളിയാണ്. ഒരു വെള്ളി നാണയമെങ്കിലും എന്നെ ഒന്ന് അനുഗ്രഹിച്ചേക്കണേ എന്ന് പറഞ്ഞിട്ടാട്ടോ രാമേട്ടനെ വിളിക്കുന്നത്. അങ്ങനെ രാമേട്ടൻ വരുമ്പോൾ, രാമേട്ട ഇവിടെ നിന്ന് എല്ലാവരും ഷോപ്പിങ്ങിന് പോകുന്നുണ്ട്. രാമേട്ട, എനിക്ക് വേണ്ടി ഒരു 20 വാഷിംഗ് സോപ്പ് വാങ്ങിച്ചു തരണം എന്ന് പറയണേ. അതെന്തിനാ മോളെ 20 വാഷിംഗ് സോപ്പ്? അതൊരു ട്രിക്കാണ്. ഇന്നത്തെ പരസ്യത്തിൽ ഒരു ഓഫർ ഉണ്ട്. 20 വാഷിംഗ് സോപ്പ് വാങ്ങിയാൽ ഭാഗ്യമുണ്ടെങ്കിൽ അതിലൊരു സിൽവർ കോയിൻ കിട്ടും എന്ന് പറയണേ. അതെനിക്ക് കിട്ടിയ നല്ലതല്ലേ എന്ന് ചോദിക്കണേ. നല്ലതൊക്കെ തന്നെ, പക്ഷേ അത് നമുക്ക് തന്നെ കിട്ടും എന്ന് എന്താ അത്ര ഉറപ്പ് എന്ന് ചോദിക്കുമ്പോൾ ഒരുറപ്പുമില്ല. കിട്ടിയില്ലെങ്കിൽ കുറച്ചു കാലത്തേക്ക് വാഷിംഗ് സോപ്പ് വാങ്ങാതിരിക്കാലോ. അങ്ങനെ നോക്കുമ്പോൾ അതിലൊരു നഷ്ടവും. പിന്നെ രാമേട്ടൻ പറഞ്ഞതുപോലെ കയ്യെല്ലാ കാശ് എന്ന് കഴിഞ്ഞു പോയതുപോലെ തോന്നും. അത് സാരല്ല, രാമേട്ടൻ അത് വാങ്ങിക്കോ എന്ന് പറഞ്ഞിട്ട് ആ പൈസയും കൊടുത്ത് ശ്രുതി അങ്ങ് പോവാണ് കേട്ടോ. ഇതൊക്കെ കേട്ടുകൊണ്ട് നമ്മുടെ അശ്വിൻ നിൽക്കുന്നുണ്ടായിരുന്നു. അശ്വിൻ വന്നിട്ട് രാമേട്ടനോട് ചോദിക്കുന്നുണ്ട് എന്താണ് ആ കുട്ടി പറഞ്ഞത് എന്ന്. അപ്പൊ രാമേട്ടൻ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പൊ അശ്വിൻ പറയുന്നുണ്ട്, രാമേട്ടൻ ആ 20 വാഷിംഗ് സോപ്പ് വാങ്ങിയിട്ട് എന്റെ കയ്യിൽ ഏൽപ്പിക്കണം, ഇതാ കുട്ടി അറിയരുത് എന്ന് പറഞ്ഞിട്ട് അശ്വിൻ അങ്ങ് കയറി പോവാണ് കേട്ടോ. അപ്പൊ രാമേട്ടൻ പറയുന്നുണ്ട്, ഇനി എന്താണാവോ, വല്ലതും ദേഷ്യപ്പെടാനാണോ ആവോ, ആ കുട്ടിയുടെ ഒരു കാര്യം കഷ്ടം തന്നെ എന്നൊക്കെ പറയാൻ കേട്ടോ രാമേട്ടൻ. അങ്ങനെ രാമേട്ടൻ സോപ്പൊക്കെ കൊണ്ടുവന്ന് അത് പൊട്ടിക്കാനുള്ള പരിപാടിയിലാണ് നമ്മുടെ ശ്രുതി. അപ്പൊ എല്ലാരും കൂടെ നിൽക്കുന്നുണ്ട് കേട്ടോ, മനോരമയും ലാവണ്യൊക്കെ. അപ്പൊ ലാവണ്യൊക്കെ ഇങ്ങനെ കളിയാക്കുന്നുണ്ട് സോപ്പ് വാങ്ങിക്കൊണ്ടുവന്നതിൽ. അപ്പൊ മനോരമ പറയുന്നുണ്ട്, ഇവളെപ്പോലെയുള്ള ഓരോ കഴുതകൾ ഇങ്ങനെയുള്ള ഓരോ പരസ്യത്തിൽ വന്ന് ചാടും, അതിലൊന്നും കാണില്ലെന്നേ എന്നൊക്കെ പറയണേ. അപ്പൊ ഇവരൊക്കെ ഇങ്ങനെ പറയും, ശ്രുതിക്ക് അത് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പൊ രാമേട്ടൻ പറയുന്നുണ്ട്, ഇനിയും പൊളിക്കാനുണ്ടല്ലോ മോളെ, നിന്റെ പ്രതീക്ഷ കൈവിടാതെ പൊളിക്ക് എന്ന് പറയണേ. അഞ്ജലിയും പറയുന്നുണ്ട് പൊളിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ശ്രുതിയുടെ പ്രതീക്ഷകളൊക്കെ നശിക്കുമ്പോൾ ലാസ്റ്റിലെ സോപ്പ് എത്താണ് കേട്ടോ. ഇന്നാ മാഡം, ഇത് മാഡം തന്നെ ഒന്ന് പൊളിക്ക് എന്ന് പറയാൻ കേട്ടോ ലാവണ്യോട്. അപ്പൊ നീ തന്നെ പൊളിച്ചോ, ഇതുവരെ നീ തന്നെയല്ലേ പൊളിച്ചത് എന്നൊക്കെ പറയും. മനോരമ പറയുന്നുണ്ട്, എന്നിട്ട് ഇതൊക്കെ തൂത്തുവാരി നീ നിന്റെ വീട്ടിലേക്ക് കൊണ്ടുപോകണം, ഇവിടെ ഇത്ര സോപ്പുകളൊന്നും ഉപയോഗിക്കാറില്ല എന്നൊക്കെ പറയാൻ കേട്ടോ. അങ്ങനെ ക്ഷമ നശിച്ച് നമ്മുടെ ശ്രുതി ആ അവസാനത്തെ സോപ്പ് പൊളിക്കാണ് കേട്ടോ. അപ്പോഴതാ 2 സിൽവർ കോയിൻ വീഴുന്നു. എന്റെ മൈ ഗോഡ്, ഇവൾ പണി പറ്റിച്ചല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ മനോരമ. അപ്പൊ നമ്മുടെ ശ്രുതിക്ക് ഭയങ്കര സന്തോഷമായിട്ടോ. ഒന്നിന് പകരം 2 എണ്ണം എന്നൊക്കെ പറഞ്ഞിങ്ങനെ സന്തോഷിച്ച് നിൽക്കുമ്പോൾ അഞ്ജലി പറയുന്നുണ്ട്, നിനക്ക് സന്തോഷമായില്ലേ ശ്രുതി, നിന്റെ ഭാഗ്യം നിന്റെ കൂടെ തന്നെ ഉണ്ട് എന്നൊക്കെ പറയും. അഞ്ജലിയെ അങ്ങ് കെട്ടിപ്പിടിക്കാണ്. എന്നിട്ട് രാമേട്ടന്റെ കൂടെ പോയിട്ട് ഡാൻസ് ഒക്കെ കളിക്കണ്ടേ. ഇതൊക്കെ കണ്ട് ചിരിച്ച് നിൽക്കുന്നുണ്ട് നമ്മുടെ അശ്വിൻ. അന്നേരം ആ സന്തോഷത്തിന്റെ ഇടയിലേക്ക് നമ്മുടെ അശ്വിൻ കടന്നു ചെല്ലാണ്. എന്താ ഇവിടെ ഒരു ബഹളം? അപ്പൊ അഞ്ജലി പറയുന്നുണ്ട്, നോക്കൂ കുഞ്ഞ, ശ്രുതിയെ ഭാഗ്യദേവത കടാക്ഷിച്ചിരിക്കുക. ഇവൾ 20 സോപ്പ് വാങ്ങിയപ്പോ ഇവക്ക് 2 വെള്ളി നാണയം കിട്ടി എന്നൊക്കെ പറയാം. അതിനാണ് ഇത്രയും ബഹളം? അങ്ങനെ ചോദിച്ചു കൊടുക്കു കുഞ്ഞ. ഇവിടെ ആരും വെള്ളി നാണയം കാണാത്ത പോലെയാ, വാട്ട് എ ന്യൂസൻസ് എന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ മനോരമ. അങ്ങനെ പെട്ടെന്ന് ശ്രുതി 2 വെള്ളി നാണയത്തിലേക്ക് നോക്കി നിൽക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, അവർക്ക് എന്തോ തെറ്റ് പറ്റിയതാ മാഡം, അവർ ആ പരസ്യത്തിൽ 1 വെള്ളി നാണയത്തിന്റെ കാര്യം മാത്രമാണ് സൂചിപ്പിച്ചത്. ഇതിപ്പോ 2 വെള്ളി നാണയല്ലേ, അത് മറ്റൊരാളുടെ അവസരമല്ലേ പോക്കുന്നത്, ഞാൻ ഇത് കൊണ്ടു കൊടുത്തിട്ട് വരാം എന്ന് പറയുമ്പോൾ നമ്മുടെ അശ്വിൻ കയറി ഇടപെടാണ്. അച്ഛൻ പറയുന്നുണ്ട്, നോക്കു ശ്രുതി ലക്ഷ്മി, നീ ഇവിടെ പണി ചെയ്യാൻ വന്നതാണെങ്കിൽ ഇവിടെ പണിയെടുക്കണം, അല്ലാതെ എപ്പോഴും പർച്ചേസിങ്ങിനായിട്ട് പോകാനൊന്നും പറ്റില്ല. നീ ഇനി ഇവിടുത്തെ പണി കഴിഞ്ഞിട്ട് പോയാൽ മതി എന്ന് പറയണേ. എന്നിട്ട് അശ്വിൻ അങ്ങ് പോവും. അപ്പൊ അഞ്ജലി പറയുന്നുണ്ട്, എന്തായാലും അവർക്ക് തെറ്റുപറ്റിയതായിരിക്കും, പക്ഷെ ഇത് നിന്റെ ഭാഗ്യാണ് ശ്രുതി, 2 വെള്ളി നാണയം കിട്ടിയത്, ഇതിനി തിരിച്ചു കൊടുക്കാനൊന്നും പോണ്ട എന്ന് പറയാൻ കേട്ടോ അഞ്ജലി. അങ്ങനെ ശ്രുതി അവിടെ വിളക്കൊക്കെ മാറ്റി വെക്കുന്ന സമയത്ത് നമ്മുടെ അഞ്ജലി വന്നിട്ട് പറയുന്നുണ്ട്, രാമേട്ടൻ എവിടെ ശ്രുതി, എന്തിനാ രാമേട്ടനെ അന്വേഷിക്കുന്നത് എന്ന് സന്ധ്യയ്ക്ക് വെക്കാനുള്ള സീരിയൽ ബൾബൊക്കെ അവിടെ കുരുങ്ങി കിടക്കുകയാണ്, അതൊന്ന് നേരെയാക്കി എടുക്കണം എന്ന് പറയാൻ. അത്രേ ഉള്ളൂ കാര്യം, അത് ഞാൻ ചെയ്തോളാം, രാമേട്ടനെ അന്വേഷിക്കണ്ട, അത് നിന്നെ കൊണ്ട് തനിച്ച് പറ്റില്ല ശ്രുതി എന്ന് പറയുമ്പോൾ അതൊന്നും സാരമില്ല മാഡം, അതെവിടെയാന്ന് ചോദിക്കുമ്പോൾ അപ്പുറത്തെ റൂമിൽ ഉണ്ടെന്ന് പറയാൻ കേട്ടോ അഞ്ജലി. അങ്ങനെ ശ്രുതി അത് നന്നാക്കാനായിട്ട് പോവാണ്. ഓരോ ഭാഗം എടുക്കുമ്പോഴും മറ്റേ ഭാഗം ഇങ്ങനെ കുരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇത് എടുക്കും തോറും കുരുങ്ങുന്ന കുരുക്കാണല്ലോ, ഇത് ഞാൻ എന്തിനാ എടുത്ത് തലയിൽ വെച്ചത്, അല്ലെങ്കിലും എനിക്ക് അങ്ങനെ തന്നെ വേണം എൻ്റെ കുട്ടി കൃഷ്ണ, ഇതെപ്പോൾ ശരിയാക്കാനാ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ച് നിൽക്കാൻ കേട്ടോ നമ്മുടെ ശ്രുതി.
അഞ്ജലിയുടെ അടുത്തേക്ക് അശ്വിൻ വരുമ്പോൾ അഞ്ജലി പറയാണ്, ആന്റി കുറച്ച് ലൈറ്റ്സ് അവിടെ വെച്ചിട്ടുണ്ട്, അത് തൂക്കിയിടാൻ ഞാൻ ശ്രുതിയോട് പറഞ്ഞിട്ടുണ്ട്. പറയുന്നത് അതിന് കുറച്ച് കംപ്ലൈന്റ് ഉണ്ടെന്നാ, അതൊന്ന് നോക്കോ, അല്ലെങ്കിൽ ഇലക്ട്രീഷ്യൻ വരുന്ന വരെ കാത്തിരിക്കേണ്ടി വരും എന്ന് പറയുമ്പോൾ അശ്വിൻ പറയുന്നുണ്ട്, അത് ഞാൻ ശരിയാക്കിക്കോളാം ചേച്ചി എന്ന് പറഞ്ഞു പോവാണേ. ആ സമയം മനോരമ പറയുന്നുണ്ട്, എന്തൊരു മാറ്റാ കുഞ്ഞന്, അതെന്താ ആന്റി അങ്ങനെ പറഞ്ഞതെന്ന് ചോദിക്കും. അല്ലെങ്കിൽ നമ്മളിപ്പോ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ എന്നോടാണോ പറയേണ്ടത്, ഇവിടെ വേറെ ആരുമില്ലേ, വല്ല ഇലക്ട്രീഷ്യനും വിളിച്ച് നന്നാക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ചൂടായി പോകുന്ന ആളല്ലേ, ഇപ്പൊ എന്തൊരു മാറ്റം എന്നൊക്കെ പറയുമ്പോൾ അഞ്ജലി പറയുന്നുണ്ട്, ഇതൊക്കെ ശ്രുതിയുടെ മിടുക്ക എന്ന് പറയുമ്പോൾ ആ കീറസാരിക്കാരി എന്ത് ചെയ്തിട്ടാ നിങ്ങളെപ്പോഴും അവളെ പറ്റിയിട്ട് പറയുന്നത്, എനിക്ക് ഇഷ്ടമല്ല എന്ന് പറയാൻ കേട്ടോ മനോരമ. ഇതൊക്കെ അവനൊരു കുടുംബജീവിതം ആഗ്രഹിക്കുന്നതിനെ കുറിച്ചുള്ള മാറ്റങ്ങളാണെന്ന് പറയാൻ കേട്ടോ മനോരമ. അങ്ങനെ നമ്മുടെ അശ്വിൻ ശ്രുതിയുടെ അടുത്തേക്ക് പോകുമ്പോൾ അപ്പൊ ശ്രുതിയാണെങ്കിൽ ആ വയറുകൊണ്ട് മൊത്തം ചുറ്റപ്പെട്ടിട്ടുണ്ടാവും കേട്ടോ, ഒന്നും ചെയ്യാൻ കഴിയാതെ ഇങ്ങനെ നിൽക്കായിരിക്കും. അപ്പൊ അശ്വിൻ വന്നിട്ട് ആ ലൈറ്റിന്റെ സ്വിച്ച് അങ്ങോട്ട് ഇട്ട് കൊടുക്കും കേട്ടോ. അപ്പൊ ശ്രുതിയുടെ മേത്തൊക്കെ ലൈറ്റ് എത്തായിരിക്കുവേ. ശ്രുതിയാണെങ്കിൽ ആകെ ഞെട്ടി എണീക്കാണേ. ഇടയ്ക്ക് ആ ലൈറ്റൊക്കെ ഇങ്ങനെ പൊട്ടുന്നുണ്ട്. അപ്പൊ അശ്വിനെ നോക്കിയിട്ട് കൈ രണ്ടും നീട്ടി നിൽക്കാണ് കേട്ടോ. അപ്പൊ അശ്വിൻ ഓരോ ഭാഗമായിട്ട് ഇങ്ങനെ കുരുക്കെടുത്ത് കൊടുക്കാണ്. അപ്പോൾ അഞ്ജലി അങ്ങോട്ടേക്ക് വരുവേ. എന്താ കുഞ്ഞ, എന്താ ഇവിടെ പ്രശ്നം എന്ന് ചോദിക്കും. മൊത്തം കുരുക്കു എടുത്തിട്ടുണ്ടാവും കേട്ടോ. അതിന്റെ ഒരു വയറ് മാത്രം ശ്രുതിയുടെ കഴുത്തിലുണ്ടാവും. അപ്പൊ വീണ്ടും ഒരു ബൾബ് പൊട്ടുമ്പോൾ ശ്രുതി ആ എന്ന് പറയണേ. അങ്ങനെ അഞ്ജലി നോക്കി നിൽക്കുക. ആ വയറും അശ്വിൻ ശ്രുതിയുടെ മുഖത്ത് നോക്കാതെ ഇങ്ങനെ തപ്പി തപ്പി എടുത്തു കൊടുക്കാണ് കേട്ടോ. അങ്ങനെ ശ്രുതി വേഗം അവിടുന്ന് സ്ഥലം വിടുന്നുണ്ട് കേട്ടോ. തുടർന്ന് ശ്രുതി വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ അശ്വിൻ ഇങ്ങനെ ആ വയറൊക്കെ എടുത്തു കൊടുക്കുന്നതാണ് ആലോചിക്കുന്നത്. അങ്ങനെ വീട്ടിലെത്തി കോയിനൊക്കെ അമ്മയ്ക്കും അമ്മായിക്കൊക്കെ കാണിച്ചു കൊടുക്കേ. നമ്മുടെ വീട്ടിലേക്ക് ഇന്ന് നല്ല ഭാഗ്യമാണ് കയറി വന്നത്, ഭാഗ്യമാണ് കയറി വന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ശ്രുതിയുടെ അമ്മ ശ്രുതിയുടെ കല്യാണക്കാരെ ഉറപ്പിച്ചത് ഇങ്ങനെ പറയാണ് കേട്ടോ. അപ്പൊ ശ്രുതിക്ക് അങ്ങ് ചൂടാവാണ്. ആരോട് ചോദിച്ചിട്ടാ നിങ്ങൾ കല്യാണം ഉറപ്പിച്ചത്, എനിക്ക് ആ വിവാഹം ഇഷ്ടമല്ല, ഞാൻ ശ്യാം സാറിനെ എനിക്കിഷ്ടമാണ്, പക്ഷെ അതൊരു സുഹൃത്തിനെ പോലെയാണെന്ന് പറയുമ്പോൾ അമ്മായി ചോദിക്കുന്നുണ്ട്, ഒരു സുഹൃത്തിനെ